ബജറ്റിലെ നികുതി വർധനയെ വീണ്ടും ന്യായീകരിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം അപകടകരമാണ്. നികുതി പിരിവുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ച അധിക നികുതി ഒരാൾ പോലും അടയ്ക്കരുതെന്ന് KPCC അധ്യക്ഷൻ കെ. സുധാകരൻ ആഹ്വാനം ചെയ്തു. നികുതി വർധനവിനെ ന്യായീകരിച്ചും CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പ്രതികരണവുമായാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രംഗത്തെത്തിയത്. വ്യക്തിപരമായ താൽപര്യം കൊണ്ടല്ല സെസ് ഏർപ്പെടുത്തിയതെന്നും സംസ്ഥാന താൽപര്യമാണ് പരിഗണിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയധികം ആക്രമണം വേണമെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആലോചിക്കണം. CAG റിപ്പോർട്ട് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാധാരണഗതിയിൽ മുൻപുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നതാണ് ദീർഘകാലമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തായാലും അത് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പോയിട്ടാണ് കാര്യങ്ങൾ വരേണ്ടത്. എന്തായാലും ഒരു കാര്യം ക്ലിയറാണ്, ആ റിപ്പോർട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറുപടികളുണ്ട്. ഉദാഹരണം മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ഇപ്പോൾ ശക്തമായ വിമർശനം പല കാര്യത്തിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അങ്ങേയറ്റം സജീവമായ എല്ലാ പ്രവർത്തനവും നടത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്, വ്യക്തിപരമായി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ പറയാം, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ചൂണ്ടിക്കാണിച്ചിരുന്നു പത്രസമ്മേളനത്തിൽ. 26,000 കോടി രൂപ 2021 നിന്ന് ഈ മാർച്ചിലേക്ക് വരുമ്പോൾ 26,000 കോടി രൂപ തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതേസമയം അധിക നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ. സുധാകരൻ രംഗത്തെത്തി. അധിക നികുതി അടയ്ക്കരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത കെ. സുധാകരൻ നടപടി വന്നാൽ പാർട്ടി സംരക്ഷിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ UDF ഭരിക്കുമ്പോൾ അടക്കണ്ട എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നാട്ടിൽ ഇന്ന് കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ എന്ന നിലക്ക് ഞങ്ങൾക്കും ജനങ്ങളോട് പറയാനുള്ളത്, പിണറായി വിജയൻ 2000 പറഞ്ഞതുപോലെ ഒരാൾ പോലും വർദ്ധിപ്പിച്ച നികുതി അടക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. അതിനെതിരെ നടപടി വന്നാൽ കോൺഗ്രസ് അവരെ സംരക്ഷിക്കും. വിദേശയാത്രയെ ധനമന്ത്രി ന്യായീകരിച്ചത് യാത്രാ ചെലവ് പുറത്തു വരാതിരിക്കാനാണെന്നും സർക്കാർ ജനങ്ങളെ കുത്തിപ്പിഴിയുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.